ടൂന് സ്കേറ്റിംഗ് ഷൂസ് വാങ്ങിയതിന് ശേഷം ഞങ്ങൾ ആദ്യം ചെന്നത് ഫുഡ് കഴിക്കാനായിരുന്നു കേട്ടോ. പെരിന്തൽമണ്ണയിലുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് റെസ്റ്റോറൻ്റ് ആയിട്ടുള്ള ഗ്രീൻ ടേബിളിലേക്കായിരുന്നു ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അവിടെ വിശാലമായ പാർക്കിങ്ങിൽ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം ഞങ്ങൾ ഉള്ളിലേക്ക് കയറി. ഒരു 5-സ്റ്റാർ റെസ്റ്റോറൻറ്റിൻ്റെ പ്രതീതിയായിരുന്നു ഞങ്ങൾക്ക് അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. കൈ കഴുകിയതിന് ശേഷം ഞങ്ങൾ ഞങ്ങളുടെ ഐറ്റംസ് ഓർഡർ ചെയ്തു. ഐറ്റംസ് വരാൻ കുറച്ച് ടൈം എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ അവർ രണ്ടുപേരും കൂടെ സ്റ്റോൺ പേപ്പർ സിസർ കളിക്കാൻ തുടങ്ങി. ഞങ്ങൾ എന്തൊക്കെ ഐറ്റംസാണ് ഓർഡർ ചെയ്തതെന്ന് പറയട്ടെ. മൊറോക്കൻ ഷവായ്, പൊറോട്ട, പിന്നെ ഹൈദരാബാദി ചിക്കൻ ബിരിയാണി, ഇത്രയും ഐറ്റംസ് ആയിരുന്നു ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ചിക്കൻ സ്റ്റൂ, ഇത്രയും ഐറ്റംസ് ഓർഡർ ചെയ്തു. ഇതെന്താ മിന്നി തിളങ്ങുന്നത്? അത് പൊറോട്ടയുടെ കൂടെ കിട്ടുന്ന മറ്റേ കറി ഉണ്ടല്ലോ, അതാണ്. അതും സൂപ്പറായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇതാ തിന്നാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പൊറോട്ട എന്ന് പറഞ്ഞാൽ ഇതാണ്, നൂല് പോലെ ഇരിക്കുന്ന നൂൽ പൊറോട്ടയായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ആ ചിക്കൻ സ്റ്റൂവും കൂടെ വെച്ച് പിടിച്ച് കഴിഞ്ഞാൽ എൻ്റെ അമ്മ സ്വർഗ്ഗം കാണും. അത്രയ്ക്കും അടിപൊളി ടേസ്റ്റാണ് ഉണ്ടായിരുന്നത്. മൊറോക്കൻ ഷവായി ആയിരുന്നു ഓർഡർ ചെയ്തത്. ഇത് സാധാ നമ്മുടെ ഷവായി അല്ലേ എന്നൊരു തോന്നൽ എനിക്കും എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതിൻ്റെ കൂടെ കിട്ടിയിരുന്ന മയനൈസും, പിന്നെ ഇതെന്തൊരു സാധനം, ഹമ്മൂസാന്ന് തോന്നുന്നുണ്ട്. ഏതായാലും അതും അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് എനിക്കൊരു സത്യം മനസ്സിലായത്, ഹൈദരാബാദി ബിരിയാണി അവിടെ തീർന്നുകൊണ്ടിരിക്കുകയാണെന്ന്. പെട്ടെന്ന് തന്നെ അതും കൂടെ പ്ലേറ്റിലാക്കിയതിന് ശേഷം നമ്മുടെ ഡെസേർട്ടും കഴിച്ച് നമ്മളവിടുന്ന് പിരിഞ്ഞു. അങ്ങനെയാണ് എനിക്ക് ഈ ഒരു കിച്ചൺ നിങ്ങളെ കാണിക്കാൻ തോന്നി. വളരെ വിശാലമായിട്ടുള്ള, നമുക്ക് വിസിബിളായിട്ടുള്ള കിച്ചണാണ് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങളിതാ ഇവിടുന്ന് ഗുഡ് ബൈ പറഞ്ഞ് വീട്ടിലേക്ക് പോകുന്നു എന്ന് പറയാൻ വരട്ടെ. വീണ്ടും ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ ചെന്നിട്ട് വീണ്ടും ഞങ്ങൾ കുറച്ചുകൂടെ ഡെസേർട്ട് ഓർഡർ ചെയ്തു. അപ്പൂസിന് ഡോണറ്റ് മതിയെന്ന് പറഞ്ഞ് എനിക്ക് വീണ്ടും ഞാൻ ഒരു മാംഗോ ചീസ് കേക്കും കൂടെ ഓർഡർ ചെയ്തു. അങ്ങനെ വീണ്ടും അത് കഴിച്ചു. പിന്നെ ഇഷയ്ക്ക് ബ്രൗണി മതിയെന്ന് പറഞ്ഞു. അങ്ങനെ ഇത് രണ്ടെല്ലാം കൂടെ ഞങ്ങൾ വീണ്ടും ഓർഡർ ചെയ്തു. കഴിച്ചതിന് ശേഷമാണ് അവിടുന്ന് പോകുന്നത് കേട്ടോ. ബ്രൗണി ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞത്, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഞാൻ കഴിച്ചിട്ടില്ല, ഞാൻ ആ മാംഗോ ചീസ് കേക്കുമ്പോൾ കൂടിയിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. അങ്ങനെ ഇത് കഴിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ വീട്ടിലേക്ക് പോയത്. അപ്പം ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം.